ഹലോ, ഇന്ന് നമുക്ക് നല്ല പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുലാവിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിന്നുണ്ടാക്കുന്ന ഒരു തവ പുലാവാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഒത്തിരി കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ പുലാവ് ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉള്ളിയും അതുപോലെ മുളകും കൂടിയുള്ള ഒരു പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 വത്തൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി മുളക് ഉണ്ടെങ്കിൽ അതാണേലും എടുത്താൽ മതി. പിന്നെ എരിവിനനുസരിച്ച് ഇതെടുക്കാൻ ശ്രദ്ധിക്കണം. അതിൻ്റെ ആ ഉള്ളിലുള്ള ആ സീഡെല്ലാം ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാൻ വയ്ക്കണം. ഒരു അരമണിക്കൂർ കുതിർന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ആ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് ഒരു ഗ്രൈൻഡറിലേക്ക് മാറ്റുകയാണ്. ഇതിനെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് അതിലേക്കൊരു 6-7 വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നല്ല ജീരകം ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഒരു 1-2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇതിപ്പം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇവിടെ ഒരു തവ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണയും ബട്ടറും ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞു ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ബ്രൗൺ കളറൊന്നും ആകേണ്ട കാര്യമില്ല കേട്ടോ, നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി. നമ്മുടെ സവാള ഇപ്പോൾ ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ചു വെച്ചിട്ടുള്ള മുളകും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റ് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒരിക്കൽ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തായിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പോളം ക്യാബേജ് നീളത്തിലരിഞ്ഞ് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണിത്. അതും ഒന്ന് നീളത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം ഫ്രഷ് ഗ്രീൻ പീസ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിലരിഞ്ഞ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടച്ച് വെച്ച് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് നന്നായിട്ട് വഴന്ന് കിട്ടും. ഇതിപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ജീരകമാണ് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ ഓൾറെഡി ആ മുളക് അരച്ചപ്പോൾ അതിലേക്കും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം 2 കപ്പ് ചോറ് ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത് ബസ്മതി റൈസിൻ്റെ ചോറാണ് കേട്ടോ. അത് വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്ത ചോറാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചോറെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാനിത് ഉപ്പിടാതെയാണ് വേവിച്ചിട്ടുള്ളത് ചോറ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മസാലയൊക്കെ തയ്യാറാക്കിയപ്പോൾ അതിലേക്ക് ഉപ്പ് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ചോറ് ഉപ്പിട്ട് വേവിച്ചാണെങ്കിൽ പിന്നെ അതിലേക്ക് വേറെ ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീരൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ടീസ്പൂണോളം ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നമ്മുടെ തവ പുലാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇതിനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
കണ്ടോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റായ്ത്തായുടെയോ പപ്പടത്തിൻ്റെയോ ഒക്കെ കൂടെ ഇത് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.